ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായി എൻ.ഡി.എ സർക്കാരിനെ പാർലമെന്റിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം. തുടർ തോൽവികളിൽ പ്രതിപക്ഷ നേതൃപദവി പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സഖ്യം ബി.ജെ.പിയെ തറപറ്റിച്ചത്. അവിശ്വസനീയമായ തോൽവിയിൽ ഞെട്ടിയിരിക്കുന്ന ബി.ജെ.പിക്ക് ഈ ജയത്തിന്റെ മറവിൽ ചില പണികൾ കൊടുക്കുന്നുണ്ട് ഭരണപക്ഷം. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് വനിതാ സംവരണ ബില്ല് ഭേദഗതി പരാജയപ്പെട്ടത്. ഭരണപക്ഷത്തിന് 290 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതിപക്ഷത്തിന് അനുകൂലമായി 230 പേർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമുയർത്തിയപ്പോൾ തന്നെ ബില്ല് പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം വൻ പ്രചാരണം നടത്താനാണ് ബി.ജെ.പി ക്യാമ്പിന്റെ തീരുമാനം. എന്നാൽ തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന ബി.ജെ.പിക്കിട്ട് അടുത്ത അടി വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വക. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസാണ്. നേരത്തെ ഇംപീച്ച്മെന്റിനുള്ള അനുമതി ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും നിരസിച്ചിരുന്നു. അന്ന് വെറും 130 എം.പിമാർ ലോക്സഭയിൽ നിന്നും 65 എം.പിമാർ രാജ്യസഭയിൽ നിന്നും ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ചു. ആകെ 195 എം.പിമാരാണ് അനുകൂലിച്ചത്. എന്നാൽ വനിതാ സംവരണ ബില്ലിനെതിരെ ലോക്സഭയിൽ നിന്ന് മാത്രം 230 എം.പിമാർ വോട്ട് ചെയ്തു. ഈ 230-നൊപ്പം രാജ്യസഭയിൽ നിന്നുള്ള 65 ചേരുമ്പോൾ 295 എം.പിമാരുടെ പിന്തുണ ലഭിക്കുമെന്നിരിക്കെയാണ് വീണ്ടും ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റിന് ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു, വോട്ടർ പട്ടികയിൽ നിന്നും അകാരണമായ പേരുകൾ വെട്ടിമാറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ വോട്ടർ പട്ടികയിൽ നിന്നും വൻതോതിൽ പേരുകൾ നീക്കം ചെയ്യുന്നുവെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെ 2 തട്ടിൽ നിന്നിരുന്ന ടി.എം.സിയും കോൺഗ്രസും വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമാകുന്ന ഘടകമാണ്. നേരത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി വലിയ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത്. ഇതിന്റെ തുടർച്ചയായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നീക്കം ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ശതാബ്ദി റോയിയാണ് യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. ഭരണഘടനയുടെ 324-ലെ 5-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാനും വേണ്ടത്. ലോക്സഭയിൽ 100-ഓ രാജ്യസഭയിൽ 50-ഓ അംഗങ്ങളുടെ ഒപ്പ് പ്രമേയത്തിന് അത്യാവശ്യമാണ്. തങ്ങൾക്ക് ഇതിനാവശ്യമായ അംഗബലമുണ്ടെന്ന് പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. നേരത്തെ ലോക്സഭാ സ്പീക്കർക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെ 148 എം.പിമാർ പിന്തുണച്ചതും നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ നിലപാടുകളെ തുറന്നെതിർക്കുന്ന ആന്ധ്രയിലെ ടി.ഡി.പിയും ബീഹാറിലെ ജെ.ഡി.യുവും ഈ ഇംപീച്ച്മെന്റിന് പിന്തുണച്ചാൽ ഈ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ വിജയിച്ചേക്കാം. അതിനിർണായക തെരഞ്ഞെടുപ്പുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് കേന്ദ്ര സർക്കാരിന് കൂടി വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇംപീച്ച്മെന്റ് എന്ന ശിക്ഷയിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രക്ഷയില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കാര്യം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്തതോടെ രാഹുലിനെ ചൊറിഞ്ഞതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖേദിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ച ഘടകം. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭൂരിപക്ഷം ഇപ്പോഴും എൻ.ഡി.എക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ് പാസാക്കുവാൻ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന ഘടക കക്ഷികളെ കോൺഗ്രസിന് ആവശ്യമാണ്. ഇവിടെ ടി.ഡി.പിയുടെ നിലപാടുകളും ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാണെന്നും കാണാൻ സാധിക്കും.